Unit 9 of this course, that is quantitative method of inquiry. In quantitative research, the presumed assumptions are tested by setting up a tentative statement or hypothesis that is either supported or nullified. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മൾ ചെയ്യുന്നത് ഒരു പെർസ്യൂംഡ് അസംഷൻസ് അല്ലെങ്കിൽ ഒരു ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഹൈപ്പോത്തിസിസ് ആണോ എന്ന് പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ദ ടെസ്റ്റ് ഈസ് ഡൺ ത്രൂ ഡാറ്റ കളക്റ്റഡ് വിച്ച് ഫൈനലി ഡിസൈഡ്സ് ദ ഫേറ്റ് ഓഫ് ദ ഹൈപ്പോത്തിസിസ്. അപ്പോൾ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടാണ്. എന്നിട്ട് ഫൈനലി ഡിസൈഡ്സ് ദ ഫേറ്റ് ഓഫ് ദ ഹൈപ്പോത്തിസിസ്. എന്നിട്ടാണ് ഹൈപ്പോത്തിസിസിൻ്റെ വിധി നിർണ്ണയിക്കുന്നത് സ്വീകാര്യമാണോ അല്ലെങ്കിൽ തള്ളിക്കളയേണ്ടതാണോ എന്ന്. വൺ ഓഫ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഡിസൈൻ ഈസ് ദ എക്സ്പെരിമെൻ്റൽ വൺ, where behaviors or attitudes of the respondents are adjusted both before and after the experiment. അപ്പോൾ ഇതിൽ ഏറ്റവും മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഡിസൈൻ എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റൽ മെത്തേഡാണ്. ഇനി ഒബ്ജക്റ്റീവ് മെഷർമെൻറ്റ് വിത്ത് എ ഹൈ ക്വാളിറ്റി ഓഫ് റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി ഈസ് ഡിസൈൻ ടു കളക്ട് ദ ഡാറ്റ. Finally, the information is analyzed by using statistical procedures and hypothesis testing. ഇത് പിന്നീട് കൃത്യമായിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുന്നത്. ഫൈനൽ റിസൾട്ടിൽ നമ്മൾ എത്തിച്ചേരുക. സ്വീകാര്യമാണോ അല്ലേന്ന് നോക്കുന്നതൊക്കെ വരുന്ന പാരഗ്രാഫുകളിൽ വരുന്നുണ്ട്. അപ്പം നോക്കിക്കേ, ഡിഫറെൻറ്റ് ഡെഫിനിഷൻസ് ഹാവ് ബീൻ ഓഫേർഡ് ഫോർ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. അപ്പം ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന് ഓരോരുത്തരും പലതരം ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ എസ്പെഷ്യലി ബൈ സ്കോളേഴ്സ് ലൈക്ക് കൊഹൻ ആൻഡ് ക്രസ്വെൽ, അതുപോലെ ബോങ് ആൻഡ് ഗോൾ, ഇവരുടെയൊക്കെ ഡെഫിനിഷൻസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ബോഗ് ആൻഡ് ഗാൾ, അവർ കൊടുത്തത് 1989 കൊടുത്തിട്ടുള്ള ഡെഫിനേഷനാണ്. അതനുസരിച്ച് ദ മെയിൻ പർപ്പസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഈസ് ടു ഇൻവെസ്റ്റിഗേറ്റ് കാഷ്വൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വാരിയബിൾസ്. അപ്പോൾ മെയിൻ പർപ്പസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ മുഖ്യ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ വേരിയബിൾസ് തമ്മിലുള്ള ആ കോസ് റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ കളക്ഷൻ ഈസ് ഇനിഷ്യേറ്റഡ് ത്രൂ അഡിക്വേറ്റ് സെലക്ഷൻ ഓഫ് ഒബ്സർവ്ഡ് ബിഹേവിയേഴ്സ് ഓഫ് സാമ്പിൾസ്. ദ ഡാറ്റ അനാലിസിസ് ഇസ് യൂഷ്വലി ഡൺ ഇൻ ന്യൂമറിക്കൽ ഒബ്ജക്റ്റീവ് ഫോം. ഇനി ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഈസ് കൺസിഡേർഡ് ടു ബി ഒബ്ജക്റ്റീവ്, പ്രിസൈസ്, സിസ്റ്റമാറ്റിക്, കാസൽ ആൻഡ് ഫാർ വൈഡർ ഇൻ റേഞ്ച്. ഇതൊക്കെ അതിൻ്റെ പ്രത്യേകതയാണ്, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ പ്രത്യേകതകൾ. ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇനി ഓരോന്നും സ്പെസിഫിക് ആയിട്ട് താഴെ പറയുന്നുണ്ട്. ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഈസ് കൺസിഡേർഡ് ടു ബി ഒബ്ജക്റ്റീവ്. അത് ഒബ്ജക്റ്റീവ് ആണ്, പ്രിസൈസ് ആണ്, സിസ്റ്റമാറ്റിക് ആണ്, കാഷ്വൽ ആണ്, ആൻഡ് ഫാർ വൈഡർ ഇൻ റേഞ്ച്. റേഞ്ചിൽ വളരെ വൈഡർ ആയിട്ടുള്ളതുമാണ്. ദിസ് ഈസ് ഇൻ കോൺട്രാസ്റ്റ് ടു ക്വാളിറ്റേറ്റീവ് റിസർച്ച്. അപ്പോൾ ഈ ഗുണങ്ങളൊക്കെ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൻ്റെ ഗുണങ്ങൾക്ക് നേരെ എതിരായിട്ടുള്ളതാണ്. ഈ പറഞ്ഞതിനൊക്കെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫലങ്ങളാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ വരുന്നത്. അതായത് ക്വാളിറ്റേറ്റീവ് റിസർച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മോർ സബ്ജക്റ്റീവ് ആണ്, കോൺസെൻട്രേറ്റഡ് ആണ്, ആൻഡ് ഡെൻസ് ആൻഡ് carried on small number of subjects. അപ്പോൾ മറ്റേ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ നമ്പർ ഓഫ് സബ്ജക്ട്സ് കൂടുതലാണ്, അതുപോലെ ഒബ്ജക്റ്റീവ് ആണ്, പ്രിസൈസ് ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ നേരെ മറിച്ചാണ്, ഇത് സബ്ജക്റ്റീവ് ആണ്, ആൻഡ് കോൺസെൻട്രേറ്റ് ആൻഡ് ഡെൻസ് ആൻഡ് ക്യാരിഡ് ഓൺ സ്മോൾ നമ്പർ ഓഫ് സബ്ജക്ട്സ്. വളരെ കുറച്ച് സബ്ജക്ട്സിനെ വെച്ചിട്ടാണ് നമ്മൾ മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കുന്നത്. ഇൻ ദിസ് സെൻസ് ഇറ്റ് ഈസ് ഫാർ മോർ അപ്രോപ്രിയേറ്റ് വെൻ വർക്കിംഗ് വിത്തിൻ എ വൈഡർ periphery. In some cases, quantitative research gives far better results, while in others, qualitative research may yield more effective results. അപ്പോൾ ഈ രണ്ട് മെത്തേഡുകളും, അതായത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡും ക്വാളിറ്റേറ്റീവ് മെത്തേഡും രണ്ടും റിസർച്ചിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഓരോ മെത്തേഡ്സ് ആണ്. ചിലതിൽ ഏറ്റവും നല്ല റിസൾട്ട് തരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിൽ മറ്റ് ചിലതുകളിൽ ക്വാളിറ്റേറ്റീവ് റിസൾട്ട്സിൽ നിന്നാണ് നമുക്ക് കൂടുതൽ നല്ല റിസൾട്ട്സ് കിട്ടുന്നത്. അപ്പോൾ ഇൻ ദിസ് സെൻസ് ഇറ്റ് ഈസ് ഫാർ more appropriate when working with a wider periphery. In some cases, quantitative research gives far better results, while in others, qualitative research may yield more effective results. This depends on the qualities of the research that may go with a particular bunch of research questions and a specific kind of research scenario.
This brings us to investigate the specific characteristics of quantitative research. അപ്പൊ നമുക്ക് ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്താണെന്ന് നോക്കാം. മുൻപിൽ കുറെ ചെറുതായിട്ട് ഓരോ ചെറിയ രൂപത്തിൽ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞ് ഇനി അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കൂടുതൽ വിപുലീകരിച്ച രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് research. There are certain characteristics of quantitative research to be discussed. First one, quantitative research tends to present observations in terms of integers or digits and even sometimes tends to manipulate the data for the sake of its effective representation. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആ വേർഡ് മീനിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുക അത് ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നത്. അത് അപ്പൊ അവിടെ നമ്പേഴ്സ് ന്യൂമേഴ്സ് യൂസ് ചെയ്യണം, ഇൻഡിജേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണെന്ന് ആ വേർഡ് മീനിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ടെൻസ് ടു പ്രസന്റ് ഒബ്സർവേഷൻ ഇൻ ടേംസ് ഓഫ് ഇൻഡിജേഴ്സിനെ വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ഓർ ഡിജിറ്റ് ആൻഡ് ഈവൻ, സംഖ്യകൾ ആൻഡ് ഈവൻ സംടൈംസ് ടെൻസ് ടു മാനിപ്പുലേറ്റ് ദ ഡാറ്റ ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ്സ് എഫക്റ്റീവ് റെപ്രസെന്റേഷൻ. നമുക്കിത് മാറ്റി യൂസ് ചെയ്യാൻ പറ്റും, മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും ഈ ഡാറ്റേനെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഡാറ്റാസിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചിട്ടുള്ള റിസർച്ച്. ഇറ്റ് ഓഫൺ does so to give a precise and apt explanation of the observations duly recorded. ഇനി അടുത്തത് അനദർ കോമൺ ക്യാരക്ടർ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഇസ് ഇറ്റ്സ് ടെൻഡൻസി ടു എൻഗേജ് മോർ ഓഫ് എംഫറിക്കൽ മെത്തേഡ്സ് ആൻഡ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ എംഫറിക്കൽ മെത്തേഡ്സ് ആൻഡ് സ്റ്റേറ്റ്മെന്റ്സ് ചെയ്യാൻ വേണ്ടി ഇത് ഏറ്റവും എളുപ്പമുള്ളതാണ്. അനദർ കോമൺ ക്യാരക്ടർ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഇസ് ഇറ്റ്സ് ടെൻഡൻസി ടു എൻഗേജ് more of empirical methods and statements. അതായത് the data so collected are analyzed. നമ്മൾ ഇതിൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ കളക്ട് ചെയ്യുന്ന ഡാറ്റാസ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി അനലൈസ്ഡ് മോസ്റ്റ്ലി ഇൻ ദ ന്യൂമറിക്കൽ ഓർഡറിൽ നമ്പർ ബേസിൽ തന്നെ നമുക്ക് ഇത് അനലൈസ് ചെയ്യാം, നമ്പറിനെ യൂസ് ചെയ്തിട്ട്. ദെയർഫോർ ദ നേച്ചർ ഓഫ് ദ റിസർച്ച് ഇസ് മോസ്റ്റ്ലി ഒബ്ജക്റ്റീവ്. അപ്പൊ നമ്പർ ഉപയോഗിച്ച് കൃത്യമായിട്ട് പറയുക എന്ന് പറഞ്ഞാൽ അത് ഒബ്ജക്റ്റീവ് ആണ്, വസ്തുനിഷ്ഠമായിരിക്കും, അതിൽ തെറ്റുകൾ വരിക കുറവാണ്. Therefore the nature of the research is mostly objective, precise, അതുപോലെ പ്രിസൈസ് ആയിരിക്കും, ചുരുങ്ങിയതായിരിക്കും, ineffectual. The sample size involved in such research is quite large. ഇനി ഇവിടെ യൂസ് ചെയ്യുന്ന സാമ്പിൾസ് ആണെങ്കിൽ അത് ലാർജ് സൈസിലുള്ളതും ആയിരിക്കും. അതായത് കൂടുതൽ ഡാറ്റാസ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ ബാക്കി ക്രിയകളൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ന്യൂമറിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യുക, അനലൈസ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒബ്ജക്റ്റീവ് ആണ്, പ്രിസൈസ് ആണ്, ഇൻഎഫക്ച്വൽ ആണ്. ഇനി ദ ടെക്നിക്സ് അപ്ലൈഡ് ഫോർ ഗ്യാതറിംഗ് ഡാറ്റ ഇൻ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആർ മെനി. പല ടെക്നിക്സ് ഉണ്ട് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ ഡാറ്റ സ്വീകരിക്കുന്നതും അപ്ലൈ ചെയ്യുന്നതൊക്കെ. ടെക്നിക്സ് അപ്ലൈഡ് ഫോർ ഗ്യാതറിംഗ് ഡാറ്റ കളക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്സ് അത് ധാരാളം ഉണ്ട് ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡിൽ. ദീസ് മോസ്റ്റ്ലി ഇൻക്ലൂഡ്സ്, അതിൽ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ് ഇന്റർവ്യൂസ്, ഒരെണ്ണം ഇന്റർവ്യൂ, പിന്നെ ക്വസ്റ്റ്യനേഴ്സ് ആൻഡ് എക്സ്പെരിമെന്റൽ റിസർച്ച്. ഈ 3 കാര്യങ്ങളാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്സ്. ഏതൊക്കെയാണ്? ഇന്റർവ്യൂസ്, ക്വസ്റ്റ്യനേഴ്സ് ആൻഡ് experimental research. Both collection and analysis of data can be done either in quantitative or qualitative way. അപ്പൊ ഏതെങ്കിലും രീതിയിൽ ഡാറ്റ അനാലിസിസ് ചെയ്യാതെ ക്വാണ്ടിറ്റേറ്റീവ് യൂസിൽ കൂടിയോ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് രീതിയിൽ കൂടിയോ നമുക്കത് ചെയ്യാൻ പറ്റും. However, numerical data is collected and analysis is done through mathematically based models steeped in statistical techniques. പക്ഷേ എങ്ങനെയായാലും ന്യൂമറിക്കൽ ഡാറ്റ is collected and analysis is done through mathematically based models. Mathematically based models യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സിൽ കൂടി ഈ ഡാറ്റ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. There are certain limitations in this context. അപ്പൊ ഇതിൽ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. As not all data found around us exist in the form of numerical data. അപ്പൊ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഡാറ്റയും ചിലപ്പോൾ ന്യൂമറിക്കൽ ഫോമിൽ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ there are certain limitations in this context as not all data found around us exist in the form of numerical data. Therefore, it becomes necessary to design
instruments that can convert numerical data into proper qualitative data to suit for purposes. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഇത് നമുക്ക് ന്യൂമറിക്കൽ വേയിൽ കിട്ടിയില്ലെങ്കിൽ അത് ക്വാളിറ്റേറ്റീവ് ഡാറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ടും പല മെത്തേഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റും. Qualitative data like attitudes and behaviors obviously do not naturally exist as quantitative data but must be converted into qualitative ones by designing instruments like questionnaires or tests. അപ്പോൾ ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഇനി ചിലപ്പോഴൊക്കെ ക്വാളിറ്റേറ്റീവ് ഡാറ്റ ആയിരിക്കും കളക്ട് ചെയ്യണം. അപ്പം അങ്ങനെയുള്ളതാണെങ്കിൽ ക്വാളിറ്റേറ്റീവ് ഡാറ്റ ലൈക്ക് ആറ്റിറ്റ്യൂഡ്സ്. ഇപ്പം ആറ്റിറ്റ്യൂഡ്സ് ബിഹേവിയർ എന്നൊക്കെ പറഞ്ഞത് നമുക്ക് നമ്പർ ഉപയോഗിച്ചല്ല ഗുണം പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം അതുകൊണ്ടാണ് അതിന് ആറ്റിറ്റ്യൂഡ്സ് ബിഹേവിയർ എന്നുള്ളതിനൊക്കെ ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഈ ക്വാളിറ്റേറ്റീവ് ഡാറ്റ like attitudes and behaviors obviously do not naturally exist as quantitative data but must be converted into qualitative ones. അപ്പം അത് നാച്ചുറലി അത് ക്വാണ്ടിറ്റേറ്റീവ് രൂപത്തിലല്ല നിൽക്കുന്നത്, പക്ഷേ നമുക്കത് അതിനെ must be converted into quantitative one by designing instruments like questionnaires or questionnaires or tests ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനെ ക്വാണ്ടിറ്റേറ്റീവ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. ദിസ് വേ എനേബിൾസ് us to translate qualitative data into quantitative ones. അങ്ങനെ നമുക്ക് ക്വാളിറ്റേറ്റീവ് ഡാറ്റയെ ചിലപ്പോഴൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ദ കോർണർ സ്റ്റോൺ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്, അതാണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഈസ് ദാറ്റ് ഫോം ഓഫ് റിസർച്ച് ദാറ്റ് യൂസസ് എംഫറിക്കൽ മെത്തേഡ്സ് ആസ് വെൽ ആസ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ ദാറ്റ് ഫോം ഓഫ് റിസർച്ച്, ആ ഫോം ഓഫ് റിസർച്ച് എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യണത് നമ്മൾ എംഫറിക്കൽ മെത്തേഡ്സ്, ഡാറ്റാ ബേസ്ഡ് മെത്തേഡ്സ് ആണ്, ആസ് വെൽ ആസ് സ്റ്റേറ്റ്മെന്റ്സ്. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ്സും യൂസ് ചെയ്യുന്നുണ്ട്. മോസ്റ്റ് ഓഫ് വിച്ച് ആർ ന്യൂമറിക്കലി റെപ്രസെന്റഡ്, അതിൽ മിക്കതും തന്നെ ന്യൂമറിക്കലി സംഖ്യാപരമായിട്ടാണ് അതിനെ റെപ്രസെന്റ് ചെയ്യണം. ആൻഡ് അപ്ലൈഡ് ഇൻ നേച്ചറിൽ അത് അപ്ലൈ ചെയ്യണതും അതേപോലെ തന്നെ. ആൻഡ് എംഫറിക്കൽ സ്റ്റേറ്റ്മെന്റ് represented the true picture of the situation as it is there instead of imposing an idyllic situations. ഇനി അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെഷേഴ്സ് സോഷ്യൽ റിയാലിറ്റി ഇൻ സം ഫോം ഓർ ദ അതർ. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് സോഷ്യൽ റിയാലിറ്റിനെയും ചിലപ്പോൾ ഒക്കെ മെഷർ ചെയ്യുന്നുണ്ട്, ബട്ട് യൂഷ്വലി ഇൻ എ പ്രിസൈസ് ഒബ്ജക്റ്റീവ് ആൻഡ് ഇന്റഗ്രൽ ഷേപ്പ്. പക്ഷെ അത് എപ്പോഴും ഒരു പ്രിസൈസ് അതുപോലെ ഒബ്ജക്റ്റീവ് ആൻഡ് ഇന്റഗ്രൽ ഷേപ്പിലാണ് ഇതിനെ നമ്മൾ മെഷർ ചെയ്യണം. ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഇൻവെസ്റ്റിഗേറ്റ് ദോസ് ഡൈമെൻഷൻസ് ഓഫ് ലൈഫ് വിച്ച് ആർ നോട്ട് സ്യൂട്ടബിൾ ഫോർ ക്വാളിറ്റേറ്റീവ് ഓർ സബ്ജക്റ്റീവ് അനാലിസിസ്. അപ്പൊ അവിടെ ക്വാണ്ടിറ്റേറ്റീവ് ആണ് കേട്ടോ അവിടെ വന്നത്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഇൻവെസ്റ്റിഗേറ്റ് ദോസ് ഡൈമെൻഷൻസ് ഓഫ് ലൈഫ് വിച്ച് ആർ നോട്ട് സ്യൂട്ടബിൾ ഫോർ ക്വാളിറ്റേറ്റീവ് ഓർ സബ്ജക്റ്റീവ് അനാലിസിസ്. ക്വാളിറ്റേറ്റീവ് അല്ലെങ്കിൽ സബ്ജക്റ്റീവ് അനാലിസിസിന് ആയിട്ട് വരാത്ത കാര്യങ്ങൾ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് യൂസ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഫീൽഡ് ഓഫ് എൻക്വയറി ഇൻ ഇറ്റ്സ് ഓൺ റൈറ്റ്, വൺ വിച്ച് റെഫ്യൂസ് ടു ട്രെഡ് ദ ലൈൻ ഓഫ് അതർ മോർ റിലേറ്റീവ് ഓർ ഇന്റർപ്രറ്റീവ് മെത്തേഡ്സ് ഫോർ എൻക്വയറി. While qualitative research is more relaxed and lenient in data collection and analysis. ഇനി ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഈസ് മോർ റിലാക്സ്ഡ് ആണ് ആൻഡ് ലെനിൻഡ് ഇൻ ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആർ ഫാർ മോർ stringent and rigid in, ഇത് കുറേ കൂടി റിജിഡ് ആയിട്ടാണ് in laying down the steps and stages in conducting these forms of research. Unlike qualitative research, quantitative research is not open and contextual in their lines of thought, but are rather more planned, strategic and to the point. This makes quantitative research steeped with more limitations and obstructions, restricting its easy and unhindered applications. ഇനി അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ക്വാളിറ്റേറ്റീവ് റിസർച്ചും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് ഇടയ്ക്കിടയ്ക്ക് ഷോർട്ട് നോട്ട് ചോദിക്കാറുണ്ട്. There are serious differences between the two researches in terms of orientation or tendencies of their explanations. ഇത് തമ്മിൽ വളരെ അധികം സീരിയസ് ആയിട്ടുള്ള തന്നെ വ്യത്യാസങ്ങളുണ്ട് ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും റിസർച്ചിൽ എങ്ങനെയാണ് യൂസ് ചെയ്യണത് എന്നുള്ളത്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് intends to explain the
differences in terms of individual units. Qualitative researchil ഓരോന്നൊരു individual units പോലെയാണ് യൂസ് ചെയ്യണത്. This is so say qualitative research tend to split up each phenomena into individual cases to facilitate the mode of explanation. Mode of explanation facilitate ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫിനോമിനേനെ നമ്മൾ ഇൻഡിവിജ്വൽ കേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ അതിനെ നമ്മൾ പഠിക്കുന്നത്. അപ്രോച്ചസ് ടു എക്സ്പ്ലനേഷൻ എ കോർ ഗോൾ ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഈസ് ദ എക്സ്പ്ലനേഷൻ ഓഫ് ഔട്ട്കംസ് ഇൻ ഇൻഡിവിജ്വൽ കേസസ്. അപ്പൊ അപ്രോച്ചസ് ടു എക്സ്പ്ലനേഷൻ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യാണ് ക്വാളിറ്റി എങ്ങനെയാണ്, അങ്ങനെ നമ്മൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് വിവരിച്ചാണ് അതിന്റെ പ്രത്യേകത മനസ്സിലാക്കി കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ക്വാളിറ്റേറ്റീവ് റിസർച്ച് അറ്റംപ്റ്റ് ടു ഐഡന്റിഫൈ ദ കോസ് ഓഫ് വേൾഡ് വാർ. ഇപ്പൊ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ ഒരു അറ്റംപ്റ്റ് നടത്താം കോസ് ഓഫ് വേൾഡ് വാർ 1 കോസസ് എന്തൊക്കെയാണെന്ന്. അതുപോലെ എക്സെപ്ഷണൽ ഗ്രോത്ത് ഇൻ ഈസ്റ്റ് ഏഷ്യയിലെ എക്സെപ്ഷണൽ ഗ്രോത്ത് എന്താണ്, അറ്റ് ദ എൻഡ് ഓഫ് ദ കോൾഡ് വാറിന്റെ അവസാനം. അതുപോലെ ദ ക്രിയേഷൻ ഓഫ് എസ്പെഷ്യലി ജനറസ് വെൽഫെയർ സ്റ്റേറ്റ്സ്, the creation of especially generous welfare states and the rise of neo-populist regimes. അപ്പോൾ ഇതിനെ കുറിച്ചൊക്കെ പഠിക്കാൻ നേരത്ത് ഇവിടെ വിവരിക്കാൻ നേരത്ത് ക്വാളിറ്റേറ്റീവ് മെത്തേഡാണ് ഏറ്റവും നല്ലൊരു മെത്തേഡ്. എ സെൻട്രൽ പർപ്പസ് ഓഫ് റിസർച്ച് ഈസ് ടു ഐഡന്റിഫൈ ദ കോസസ് ഓഫ് ദ സ്പെസിഫിക് ഔട്ട്കംസ്. ഓരോ ഔട്ട്കംസിന്റെ കോസസ് എന്താണെന്നാണ് പഠിക്കുക. അതാണ് അതിന്റെ സെൻട്രൽ പർപ്പസ്. ഫോർ ഈച്ച് ആൻഡ് എവറി കേസ് ദാറ്റ് ഫോൾസ് വിത്തിൻ ദ സ്കോപ്പ് ഓഫ് ദ തിയറി അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ. അപ്പൊ ഇവിടെ നമ്മൾ ആക്കേണ്ടത് ഒന്ന്, ഈ ക്വാളിറ്റേറ്റീവില് നമ്മൾ പ്രൈമറി ഡാറ്റാസ് ആണ് കളക്ട് ചെയ്യണത്. അവിടെ ഒബ്സർവേഷൻ, ഇന്റർവ്യൂ, സർവേ, അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ്, ഷെഡ്യൂൾ, ഇതൊക്കെയാണ് അവിടെ ഉപയോഗിക്കുന്ന മെത്തേഡെങ്കിൽ മറ്റേ സ്ഥലത്ത് ക്വാളിറ്റേറ്റീവില് നമ്മൾ സെക്കൻഡറി ഫസ്റ്റില് ക്വാണ്ടിറ്റേറ്റീവില് പ്രൈമറി ഡാറ്റാസ് ആണ് കളക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ക്വാളിറ്റേറ്റീവിൽ കൂടുതലും സെക്കൻഡറി ഡാറ്റാസ് ആണ് സെക്കൻഡറി ഡാറ്റയാണ് കളക്ട് ചെയ്യണത്. അത് ഓൾറെഡി ചിലപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും എവിടെയെങ്കിലും മറ്റാരെങ്കിലും ഒക്കെ. അപ്പൊ അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ക്വാളിറ്റേറ്റീവിൽ ഒരു ഡിസ്ക്രൈബ് മോഡലാണ് യൂസ് ചെയ്യണത്. മറ്റേ സ്ഥലത്ത് അതുപോലെയല്ല, അവിടെ ഫ്രഷ് ഡാറ്റയാണ് യൂസ് ചെയ്യണത്. അതുപോലെ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും, ഇവിടെ ക്വാണ്ടിറ്റി കുറവായിരിക്കും. അതുപോലെയുള്ളതാണ് മെഷർ ചെയ്യണത്. ഇനി സ്റ്റേജസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന്റെ സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. സ്റ്റേജസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. So there are differences of many kinds between the qualitative and quantitative research. There are still some phases which are common for both quantitative and qualitative research. അപ്പൊ ചില കാര്യങ്ങൾ ക്വാളിറ്റേറ്റീവിന് മാത്രം ഉള്ളതാണ്, ചിലത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മാത്രം യൂസ് ചെയ്യണതാണെങ്കിലും കുറെ കാര്യങ്ങൾ ഈ രണ്ട് മെത്തേഡ്സും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കോമൺ ആയിട്ട് ക്വാണ്ടിറ്റേറ്റീവിലും ക്വാളിറ്റേറ്റീവിലും വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. സച്ച് കോമൺ ഇന്റർഫേസസ് ഇൻക്ലൂഡ് പ്രോബ്ലം ഫോർമുലേഷൻ. അപ്പൊ ഈ രണ്ടിലും ഉണ്ടാവുന്ന പൊതുവായിട്ടുള്ള കുറെ കാര്യങ്ങൾ എന്ന് പറയുന്നത്, രണ്ടിലും പ്രോബ്ലം ഫോർമുലേഷൻ വേണം. പിന്നെ അത് കഴിഞ്ഞാൽ ഡിസൈൻ ഓഫ് ദ സ്റ്റഡി എങ്ങനെയാണ് നടത്താൻ പോണെന്നുള്ളതിന്റെ ഒരു ഡിസൈൻ കാണിക്കണം. പിന്നെ അത് കഴിഞ്ഞാൽ ഡാറ്റ കളക്ഷൻ, ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ പ്രോസസ്സിംഗ്, പിന്നെ ഡാറ്റ അനാലിസിസ്, ഇന്റർപ്രറ്റിംഗ് ദ ഫൈൻഡിങ്സ് ആൻഡ് റൈറ്റിംഗ് ദ റിസർച്ച് റിപ്പോർട്ട്. അപ്പൊ ഈ സ്റ്റെപ്സ് ഒക്കെ, അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് problem formulation, then design of the study. After that, data collection. After data collection, data processing, then data analysis. After that, interpreting the findings and writing the research report. അപ്പൊ ഈ സ്റ്റെപ്പ് ഏത് ക്വാളിറ്റേറ്റീവ് ആണോ ക്വാണ്ടിറ്റേറ്റീവ് ആണോ, ഏത് രണ്ടു തരം റിസർച്ചിനും ഒഴിച്ചുകൂടാൻ പറ്റാത്ത സ്റ്റെപ്സ് ആണ്. ഈച്ച് ഓഫ് ദീസ് സ്റ്റെപ്സ് ആർ quite essential for both qualitative and quantitative research. അപ്പൊ രണ്ടു തരം മെത്തേഡ്സിനും ഇത് ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സ്റ്റെപ്സ് ആണ്.
However, there are characteristics elements that are typical of quantitative and qualitative research respectively. അപ്പൊ ഇങ്ങനെ കുറെ സ്റ്റെപ്പുകൾ രണ്ടു കൂട്ടർക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തതാണ് രണ്ട് രീതിയിലും. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ആണെങ്കിലും ക്വാളിറ്റേറ്റീവ് മെത്തേഡിലാണെങ്കിലും ഈ മുമ്പ് പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ രണ്ട് തരം റിസർച്ചിനും വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്, ഒഴിച്ചുവിടാൻ പറ്റാത്തതാണ്. However, there are characteristics elements that are typical quantitative and qualitative research respectively. പക്ഷേ ചില ടിപ്പിക്കൽ സ്റ്റെപ്സ് രണ്ടു കൂട്ടർക്കും വേറെ ആയിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് എലിമെന്റ്സ് ദാറ്റ് ആർ ടിപ്പിക്കൽ ഓഫ് quantitative and qualitative research respectively. Therefore, though these stages of research process are similar for both forms of research, അപ്പോൾ ഈ മുമ്പ് പറഞ്ഞ ആ സ്റ്റെപ്സ് that all the steps are similar for both forms of researches, that is both form quantitative and qualitative research. There are characteristics differences between them. അവിടെ ചില characteristic differences ഉണ്ട്. This calls for the typical essence of quantitative and qualitative research. പക്ഷേ ഇത് ഒരു typical essence ആണ് quantitative and qualitative researchന് വേണ്ടത്. For now, let us concentrate on the specific phases of quantitative research. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന്റെ ആ സ്പെസിഫിക് ആയിട്ടുള്ള ഫേസസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എല്ലാ സ്റ്റെപ്സും കൂടി ചോദിച്ചിട്ട് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ സ്റ്റെപ്സ് മുഴുവനും എഴുതിയിട്ട് വേണം ചെയ്യാൻ. അത് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യന് പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഡിസ്ക്രൈബ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. അപ്പൊ പ്രോബ്ലം ഫോർമുലേഷൻ ഇൻ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ഫസ്റ്റ് problem formulation ആണ് in quantitative research. In this very first phase of quantitative research, the research question is usually posed. അപ്പൊ ഇവിടെ റിസർച്ച് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ റിസർച്ച് പ്രോബ്ലം നമ്മൾ എന്താണെന്ന് വെച്ചാൽ അത് കണ്ടുപിടിച്ച് അവിടെ വെക്കുന്നു. ദ ക്വസ്റ്റ്യൻ ആർ എംബോൾഡൻഡ് ത്രൂ ദ യൂസ് അപ്രോപ്രിയേറ്റ് കൺസെപ്റ്റ്സ്. അപ്പൊ അതിൽ വേണ്ട അത്യാവശ്യം കൺസെപ്റ്റ്സ് ഒക്കെ വളരെ വ്യക്തമായിട്ടുണ്ടായിരിക്കണം ആ ക്വസ്റ്റ്യൻസിൽ. കൺസെപ്റ്റ്സ് ആർ യൂസ്ഡ് ആൻഡ് റിഫൈൻ ടു മേക്ക് ദം ക്യാപ്ചർ ദ ക്രക്സ് ഓഫ് ദ റിസർച്ച് ക്വസ്റ്റ്യൻ. റിസർച്ച് ക്വസ്റ്റ്യന്റെ ആ ഒരു വില അത് മനസ്സിലാക്കാൻ പറ്റിയ രീതിയിലുള്ളതായിരിക്കണം കൺസെപ്റ്റ് അവിടെ യൂസ് ചെയ്യണത്. അത് ആ അടിസ്ഥാനം അതിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ദ കൺസെപ്റ്റ്സ് ആർ യൂസ്ഡ് ആർ റിഫൈൻഡ് ടു മേക്ക് ദം ക്യാപ്ചർ ദ ക്രക്സ് ഓഫ് ദ റിസർച്ച് ക്വസ്റ്റ്യൻസ്. പ്രോബ്ലം ഫോർമുലേഷൻ ഇസ് എ ട്രിക്കി സ്റ്റെപ്പ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. അപ്പൊ പ്രോബ്ലം ഫോർമുലേഷൻ ഇസ് എ ട്രിക്കി സ്റ്റെപ്പ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് വേർ വി പോസ് ക്വസ്റ്റ്യൻസ് ടു അസസ് ദ മൂഡ് ഓഫ് ദ എൻറ്റയർ സെറ്റിംഗ്സ്. അപ്പൊ പ്രോബ്ലം ഫോർമുലേഷൻ അതൊരു ട്രിക്കി സ്റ്റെപ്പാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ. ഇറ്റ് ഈസ് നെസസറി ദാറ്റ് റിസർച്ച് ക്വസ്റ്റ്യൻസ് ആർ ലൂസിഡ് enough to be comprehensive for the respondents. റെസ്പോണ്ടൻസിന് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ട് തോന്നത്തക്ക രീതിയിലായിരിക്കണം ആ ക്വസ്റ്റ്യൻ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യാനുള്ളത്. റിസർച്ച് ക്വസ്റ്റ്യൻസ് ബിഫോർ ബീങ് പോസ്റ്റ് ആർ ഓൾവേസ് സ്ക്രീൻഡ്. അത് നന്നായിട്ട് റിസർച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വളരെ നന്നായിട്ട് അതിനെ പരിശോധിക്കണം. ആൻഡ് ഫോർ ദെയർ പ്രാക്ടിക്കാലിറ്റി ആൻഡ് ദെയർ ഫീസിബിലിറ്റി ഓഫ് ഇംപ്ലിമെന്റേഷൻ. അത് പ്രായോഗികമാണോ, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാവുന്നതാണോ, ശരിയായിട്ടുള്ളതാണോ എന്നൊക്കെ നോക്കി വളരെ ശ്രദ്ധാപൂർവം വേണം നമ്മൾ ക്വസ്റ്റ്യൻ നിർമ്മിക്കാൻ, അല്ലെങ്കിൽ ആ പ്രോബ്ലം നമ്മൾ ഫോർവേഡ് ചെയ്യാൻ. ഫോളോഡ് ആഫ്റ്റർ ദിസ് എപ്പിസോഡ് ഈസ് ദ ക്രിട്ടിക്കൽ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. അപ്പൊ പ്രോബ്ലം നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസർച്ച് പ്രോബ്ലം എന്താണ് അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് അത് നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പാണ് ഈസ് ക്രിട്ടിക്കൽ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ വിച്ച് മേ ബി ക്വൈറ്റ് റിക്കറസ് ആൻഡ് എക്സ്ഹോസ്റ്റീവ്. നമ്മൾ വിചാരിക്കുന്ന ഈ കാര്യം ഇതിനെക്കുറിച്ച് മുമ്പ് വേറെ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ, പഠനം നടത്തിയിട്ടുണ്ടോ, റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടോ, ജേർണല് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ, അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കണം, ഇനി അതിൽ ഉൾപ്പെടാത്ത കാര്യങ്ങൾ എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ അത് നടത്തണം. ഫോളോഡ് ആഫ്റ്റർ ദിസ് എപ്പിസോഡ് ഈസ് ദ ക്രിട്ടിക്കൽ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, ഒരു ക്രിട്ടിക്കൽ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നടത്തണം ഈ സബ്ജക്റ്റിനെ കുറിച്ച്. ഇതിനു മുമ്പ് ആരൊക്കെ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അവരുടെ അഭിപ്രായങ്ങൾ എന്താണ്, അവരുടെ അഭിപ്രായങ്ങളിൽ നല്ല വശം എന്താണ്, മോശമായിട്ടുള്ള വശം എന്താണ്, കുറവുകൾ എന്താണ്, എന്തെങ്കിലും കൂടുതൽ കൂട്ടിച്ചേർക്കാനുണ്ടോ
എന്നൊക്കെ അവരുടെ വിഭിന്ന ആളുകളിൽ ഇതേക്കുറിച്ച് പഠിച്ചിട്ടുള്ള നമ്മുടെ ഈ പ്രോബ്ലത്തെക്കുറിച്ച് നമ്മൾ ഫോം ചെയ്ത പ്രോബ്ലത്തെക്കുറിച്ച് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ എന്തായിരുന്നു, ഇനി അതിൽ കൂടുതലായിട്ട് കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രിട്ടിക്കൽ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ആണ് പിന്നീട് തയ്യാറാക്കേണ്ടത്. ദിസ് ഈസ് എ വെരി വെൽക്കം സ്റ്റെപ്പ് ഫോർ ദ ഡിഡക്റ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡീസ്. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡീസിൽ ഡിഡക്റ്റീവ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യണം. അപ്പൊ ഇതിന് ഏറ്റവും നല്ലൊരു സ്റ്റെപ്പാണ് ഈ റിവ്യൂ literature, for it is the right time to specify the hypothesis and variables which will soon be followed by conceptualization and operationalization. അപ്പോൾ ഈ ഒരു ഡിറ്റക്റ്റീവ് മെത്തേഡ് യൂസ് ചെയ്ത് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡീസ് മുന്നോട്ട് പോകാനായിട്ട് വളരെ സഹായപ്രദമായിട്ടുള്ള ഒരു രീതിയാണ് നമ്മൾ ഇങ്ങനെ വരുന്നത്. ആ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ സ്റ്റഡി ചെയ്തതിന് ശേഷം പിന്നെ റിസർച്ച് കാര്യങ്ങൾ കൂടുതൽ മുന്നോട്ട് വരുന്നത്. വൈൽ quantitative deductive studies start with the hypothesis, including quality studies. On the other hand, wait and observe and let the hypothesis emerge by themselves. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. വൈൽ ക്വാണ്ടിറ്റേറ്റീവ് ഡിഡക്റ്റീവ് സ്റ്റഡീസ് സ്റ്റാർട്ട് വിത്ത് ഹൈപ്പോത്തിസിസ്. അപ്പോൾ ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് ഡിഡക്റ്റീവ് സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യല, ഇൻഡക്റ്റീവ് ക്വാളിറ്റി സ്റ്റഡീസ്. അതുപോലെ ഓൺ ദ അതർ ഹാൻഡ് വെയിറ്റ് ആൻഡ് ഒബ്സർവ് and let the hypothesis emerge by themselves. ഇനി അത് കഴിഞ്ഞാലുള്ള സ്റ്റെപ്പാണ് കൺസെപ്ഷലൈസേഷൻ ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ഇൻക്വയറി. അപ്പോൾ പ്രോബ്ലം ഫോർമുലേഷൻ കഴിഞ്ഞ് പിന്നെ ഹൈപ്പോത്തിസിസ് ഫോം ചെയ്യുക, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിലേക്ക് പോവുക. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പാണ് കൺസെപ്ഷലൈസേഷൻ ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ഇൻക്വയറി. ഇവിടെ കൺസെപ്റ്റലേഷൻ, ഓരോ കൺസെപ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നതൊക്കെ എന്താണ് അത് വളരെ വ്യക്തമാക്കുക. ക്വാണ്ടിറ്റേറ്റീവ് എൻക്വയറിയിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന കൺസെപ്റ്റ്സ്, അതിൻ്റെ കൺസെപ്ഷലൈസേഷൻ, അതിൻ്റെ എക്സ്പ്ലനേഷൻ, അതൊക്കെയാണ് അടുത്ത സ്റ്റെപ്പിൽ കാണിക്കേണ്ടത്. കൺസെപ്ഷലൈസേഷൻ ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ഇൻക്വയറി. ദ കൺസെപ്റ്റ്സ് ദാറ്റ് ദ റിസർച്ചർ ഹാസ് ഇൻ മൈൻഡ് വൈൽ കണ്ടക്ടിങ് ആൻ ഇൻവെസ്റ്റിഗേഷൻ ഈസ് കോൾഡ് എ വേരിയബിൾ. ഇനി ആ വേരിയബിൾ എന്ന് പറയുന്നത് എന്താണെന്ന് ഗവേഷകന്റെ മനസ്സിൽ തോന്നിയിരിക്കുന്ന കണ്ടുപിടുത്തത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉദിച്ചിരിക്കുന്ന ആശയങ്ങൾക്ക് ഒരു ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂ കൊടുക്കുന്നതാണ് അതിലുള്ള വേരിയബിൾസ് എന്ന് പറയുന്നത്. കൺസെപ്റ്റ് ദാറ്റ് ദ റിസർച്ചർ ഹാസ് ഇൻ മൈൻഡ് വൈൽ കണ്ടക്ടിങ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഈസ് കോൾഡ് എ വേരിയബിൾ. ദ കൺസെപ്റ്റ്സ് ആർ മെന്റൽ picture that ranges from attributes easily observable like gender, height, blood group to social attributes difficult to observe like level of confidence, അതുപോലെ mental health, prejudices and discrimination etc. അപ്പോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ആർ മെന്റൽ പിക്ചേഴ്സ് ദാറ്റ് റേഞ്ച് ഫ്രം ആട്രിബ്യൂട്ട്സ് ഈസിലി ഒബ്സർവബിൾ, എളുപ്പത്തിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഗുണങ്ങളുള്ള ഒരു സംഗതിയാണ് ഈ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഹൈറ്റ് ആകാം, അതുപോലെ ജെൻഡർ ആകാം, ബ്ലഡ് ഗ്രൂപ്പ് ടു സോഷ്യൽ ആട്രിബ്യൂട്ട്സ് ഡിഫിക്കൽട്ട് ടു ഒബ്സർവ് ലൈക്ക് ലെവൽ ഓഫ് കോൺഫിഡൻസ്, അതുപോലെ മെന്റൽ ഹെൽത്ത്, പ്രിജുഡീസസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ എക്സെട്ര. സച്ച് കൺസെപ്റ്റ്സ് ടേൺ ഇൻ ടു വേരിയബിൾസ് ആസ് ദെയർ ഡിഗ്രി ഓർ ക്വാണ്ടം വാരീസ് അക്രോസിംഗ് ദ കണ്ടിന്യൂം. അപ്പോൾ സച്ച് കൺസെപ്റ്റ്സ്, അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള കൺസെപ്റ്റ്സ്, ആശയങ്ങൾ, അതിനെയൊക്കെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. അതിന് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കും വാല്യൂ. ആ ആശയങ്ങളിൽ ഈ വാല്യൂസ് ഓഫ് ഉള്ളത് സച്ച് കൺസെപ്റ്റ്സ് ടേൺസ് ഇൻ ടു വേരിയബിൾസ് ആസ് ദെയർ ഡിഗ്രി ഓർ ക്വാണ്ടം വാരീസ് അക്രോസ് ദ കണ്ടിന്യൂ. ഇപ്പോൾ ഒരു ആളുടെ ഒരു 3 വ്യക്തികളെ നമ്മൾ പഠിക്കാൻ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ അവരുടെ ഹൈറ്റ്, വയസ്സ് 3 വ്യത്യസ്ത ആയിട്ടുള്ള ആളുകളാണ്. ഇപ്പൊ ഒരാളെ എടുത്തിരിക്കുന്നത് 50 വയസ്സിന്റെ ആണെങ്കിൽ മറ്റത് 25, വേറൊരാൾ 29, അങ്ങനെയാണെങ്കിൽ അപ്പൊ അവർ ആ ഏജ് നമുക്ക് മാറ്റി എടുക്കാം. അപ്പൊ അതുകൊണ്ടാണ് ആ വേരിയബിൾ മാറിക്കൊണ്ടിരിക്കും. സച്ച് കൺസെപ്റ്റ്സ് ടേൺ ഇൻ ടു വേരിയബിൾസ് ആസ് ദെയർ ഡിഗ്രീസ് ഓർ ക്വാണ്ടം വാരീസ് അക്രോസ് ദ കണ്ടിന്യൂ. ഇൻഡിവിജ്വൽസ് ആർ ലൈക്ലി ടു മാനിഫെസ്റ്റ് ഡിഫറെന്റ് ഡിഗ്രീസ് ഓഫ് ആട്രിബ്യൂട്ട്സ്. അപ്പൊ ഡിഫറെന്റ് ഡിഗ്രീസ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഉപയോഗിക്കാം ആസ് ദെയർ സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്, എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പോസർ ചേഞ്ചസ് വിത്ത് ഏജ് ആൻഡ് സിറ്റുവേഷൻസ്. ഇൻ മെനി ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡീസ് റിസർച്ചേഴ്സ് ട്രൈ ടു ഫൈൻഡ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ്. ഇൻ
മെനി ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡീസ്, പല ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡീസിലും റിസർച്ചേഴ്സ് എന്താണ് ശ്രമിക്കുന്നത്, ട്രൈ ടു ഫൈൻഡ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ്, രണ്ടിൽ കൂടുതലോ ഉള്ള വേരിയബിൾസ് തമ്മിലുള്ള ആ ബന്ധം കണ്ടുപിടിക്കാനാണ് കൂടുതലും അവര് ഇത്തരം സ്റ്റഡീസ് നടത്തുന്നത്. ബൈ റിലേഷൻഷിപ്പ് വി സിംപ്ലി മീൻ ദാറ്റ് എ ചേഞ്ച് ഇൻ വൺ വേരിയബിൾ ഇസ് ലൈക്ലി ടു അഷർ ചേഞ്ച് ഇൻ അനദർ വേരിയബിൾ. അപ്പൊ നമ്മൾ റിലേഷൻഷിപ്പ്, രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കുക, രണ്ടിൽ കൂടുതലോ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാല് അതിൽ നിന്ന് മീൻ ചെയ്യണ എന്താന്ന് വെച്ചാൽ വി സിംപ്ലി മീൻ ദാറ്റ് ചേഞ്ച് ഇൻ വൺ വേരിയബിൾ, ഒരു വേരിയബിളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ലൈക്ലി ടു അഷർ ചേഞ്ചസ് ഇൻ അനദർ വേരിയബിൾ, അത് മറ്റൊരു വേരിയബിളിലും ചേഞ്ചസ് ഉണ്ടാക്കുന്നതായിരിക്കും. സച്ച് ആൻ ആന്റിസിപ്പേറ്ററി റിലേഷൻഷിപ്പ് ഈസ് കോൾഡ് ഹൈപ്പോത്തിസിസ്. അപ്പൊ ഇതുപോലെയുള്ള ഒരു മുൻകൂർ റിലേഷൻഷിപ്പ് ദാറ്റ് ഈസ് കോൾഡ് ഹൈപ്പോത്തിസിസ്, അത് നമ്മൾ മുൻകൂട്ടി പറയണതിനാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വേരിയബിളിൽ ഉണ്ടാകുന്ന ചേഞ്ച് മറ്റൊരു വേരിയബിളിൽ, അല്ലെങ്കിൽ ഒരു വേരിയബിളിൽ ഉണ്ടാകുന്ന ചേഞ്ച് മറ്റു രണ്ട് വേരിയബിൾസിലും ചേഞ്ചസ് ഉണ്ടാകുമെന്ന് മുൻകൂട്ടി പറയുന്ന ആ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ആന്റിസിപ്പേറ്ററി റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എ ഹൈപ്പോത്തിസിസ്. അതിനെയാണ് ഒരു ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഒരു മുൻകൂട്ടി ഒരു ഊഹം, ഇങ്ങനെ വന്ന ഒന്നിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വന്നാൽ മറ്റേതിൽ എങ്ങനെ ചേഞ്ചസ് ഉണ്ടാകും എന്ന് നമ്മൾ മുൻകൂട്ടി പറയുന്ന ഒരു ടെൻറ്ററ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. Therefore, ഹൈപ്പോത്തിസിസ് ഈസ് എ ടെൻറ്ററ്റീവ് ആൻഡ് അസ്യൂംഡ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെൻറ്ററ്റീവ് ആൻഡ് അസ്യൂംഡ് സ്റ്റേറ്റ്മെന്റ്. അതൊരു ടെൻറ്ററ്റീവ് ആണ്, ചിലപ്പോൾ മാറ്റം സംഭവിക്കാം, ഒരു ഊഹമാണ്. അസ്യൂംഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദാറ്റ് പ്രീ സപ്പോസസ് ദാറ്റ് മോഡിഫിക്കേഷൻ ഇൻ വൺ വേരിയബിൾ ഈസ് ലൈക്ലി ടു ഇൻസ്റ്റിഗേറ്റ് ചേഞ്ച് ഇൻ അതർ വേരിയബിൾ. ഒരു വേരിയബിളിൽ ഉണ്ടാകുന്ന ചേഞ്ച് മറ്റേ വേരിയബിളിൽ എങ്ങനെ ഉണ്ടാവോ ഇല്ലയോ എന്ന് മുൻകൂട്ടി പറയുന്ന അതുപോലെയുള്ള ഒരു അസംഷനെയാണ് നമ്മൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഈ ടൈപ്സ് ഓഫ് വേരിയബിൾസ്, ഇതും ഷോർട്ട് ക്വസ്റ്റ്യനും അല്ലെങ്കിൽ ഈ എസ്സേയുടെ ഉള്ളിൽ തന്നെ എഴുതേണ്ട പോയിന്റാണ്. അതോടൊപ്പം തന്നെ ഇത് മാത്രമായിട്ടും ചിലപ്പോഴൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ടൈപ്സ് ഓഫ് വേരിയബിൾസ് ആൻഡ് ദെയർ മ്യൂച്വൽ റിലേഷൻഷിപ്പ്. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസ് ആൻഡ് ദെയർ മ്യൂച്വൽ റിലേഷൻഷിപ്സ് എന്ന് വേറെ ക്വസ്റ്റ്യൻ ആയിട്ടും വരാവുന്നതാണ് പരീക്ഷയ്ക്ക്. അപ്പൊ ഇവിടെയും പ്രത്യേകം ശ്രദ്ധിക്കുക. വേരിയബിൾ ക്യാൻ ബി ബോത്ത് ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ്. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുള്ളതാകാം, ചിലത് ഡിപ്പെൻഡന്റ് ആണ്, ചിലത് ഇൻഡിപെൻഡന്റ്. അങ്ങനെ രണ്ടു തരം വേരിയബിൾ ആണ് പ്രത്യേകിച്ചുള്ളത്, ഡിപ്പെൻഡന്റ് വേരിയബിൾ ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. എ വേരിയബിൾ ദാറ്റ് ഇൻഫ്ലുവൻസസ് അതേഴ്സ് ഈസ് കോൾഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അപ്പൊ ഒരു വേരിയബിൾ മറ്റൊരു വേരിയബിളിനെ എന്താ ഇൻഫ്ലുവൻസ് ചെയ്യണ്ടെങ്കിൽ അങ്ങനെയുള്ള വേരിയബിളിനെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നാണ് പറയണം. വൈൽ ഓൺ ദ കോൺട്രറി, ഇനി അത് തന്നെ തിരിച്ചു പറയുമ്പോൾ വേരിയബിൾ ദാറ്റ് ഈസ് ബീങ് ഇൻഫ്ലുവൻസ്ഡ് ഈസ് കോൾഡ് എ ഡിപ്പെൻഡന്റ് വേരിയബിൾ. അപ്പൊ ഏത് വേരിയബിളിലാണ് വ്യത്യാസം വന്നത് ആ വേരിയബിളിനെ നമ്മൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞു. ഏത് വേരിയബിൾ മൂലം വേറൊരു വേരിയബിളിന് വ്യത്യാസം വന്നാൽ ആദ്യം ആ വ്യത്യാസം വരുത്താൻ കാരണമായ വേരിയബിളിനെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നും വ്യത്യാസത്തിന് പാത്രമായിട്ടുള്ള വേരിയബിളിനെ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്നും പറയും. അപ്പൊ എ വേരിയബിൾ ദാറ്റ് ഈസ് ബീങ് ഇൻഫ്ലുവൻസ്ഡ് ഈസ് കോൾഡ് എ ഡിപ്പെൻഡന്റ് വേരിയബിൾ ഇൻ ദ ഗിവൺ ഹൈപ്പോത്തിസിസ്. അപ്പൊ തന്നിരിക്കുന്ന ഹൈപ്പോത്തിസിസിൽ അല്ലെങ്കിൽ നമ്മൾ ഫോം ചെയ്തിരിക്കുന്ന ഹൈപ്പോത്തിസിസിൽ ഒരു വേരിയബിൾ മറ്റൊരു വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യണ്ടെങ്കിൽ ഏത് വേരിയബിൾ മൂലമാണ് ഇൻഫ്ലുവൻസ് ഉണ്ടായത് ആ വേരിയബിളിനെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നും, ഏത് വേരിയബിളിലാണ് വ്യത്യാസം ഉണ്ടായത് അതിനെ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്നും പറയും. യൂഷ്വലി എ ഗുഡ് ഹൈപ്പോത്തിസിസ് follows a few general characteristics such as it must be crystal clear and straight cut such that it can result into many probable results. The hypothesis must not contain any judgment statement that seems value loaded and clumsy. അപ്പൊ ഹൈപ്പോത്തിസിസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് എപ്പോഴും
not contain any judgment statement that seems value loaded and clumsy. വെറുതെ മോശമായിട്ടുള്ളത് അല്ലെങ്കിൽ വില കുറഞ്ഞതും വാല്യൂ ലോഡറ്റും ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല, കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം നമ്മൾ ഹൈപ്പോത്തിസിസ് ആയിട്ട് ഫോം ചെയ്യേണ്ടത്. ഇറ്റ് മസ്റ്റ് ബി ഈസിലി ടെസ്റ്റഡ് സോ ആസ് ടു അസർട്ടൻ the outcomes appropriately. Additional variables may be applied to magnify the relationship between dependent and independent variables. These variables that link up dependent and independent variable are mediating variables. ഇനി വേറൊരു വേരിയബിൾസും കൂടിയുണ്ട്, അതിനെ പറയുന്നത് മീഡിയേറ്റിംഗ് വേരിയബിൾസ് എന്നാണ്. അതെന്താണെന്ന് നോക്കി, അഡീഷണൽ വേരിയബിൾസ്, അത് കൂടുതലായിട്ട് കൂട്ടിച്ചേർക്ക് വരുന്ന വേരിയബിൾസ് ആണ്. മേ ബി അപ്ലൈഡ് ടു മാഗ്നിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഡിപ്പെൻഡന്റും ഇൻഡിപെൻഡന്റും വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ഒന്നും കൂടി മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്യുന്ന വേരിയബിൾസ്. ദാറ്റ് ടൈപ്പ് ഓഫ് വേരിയബിൾസ് ഈസ് കോൾഡ് മീഡിയേറ്റിംഗ് വേരിയബിൾസ്. For example, we think that children are more likely to attend to school regularly if given meals at schools. Then the given proposal contains three kinds of variables. അപ്പോൾ ഇപ്പം നോക്കിയാൽ വി തിങ്ക് ദാറ്റ് ചിൽഡ്രൻ ആർ മോർ ലൈക്ലി ടു അറ്റൻഡ് ടു സ്കൂൾസ്. കുട്ടികൾ സ്കൂളിൽ കൂടുതൽ പ്രസന്റ് ചെയ്യുമെന്ന്, അതായത് അവരുടെ അറ്റൻഡൻസ് കൂടുതലായിരിക്കും. എങ്ങനെയാണെങ്കിലാണ് റെഗുലർലി ഇഫ് ഗിവൺ മീൽസ് അറ്റ് സ്കൂൾ, സ്കൂൾസിൽ മീൽസ് കറക്റ്റായിട്ട് റെഗുലറായിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുട്ടികളുടെ അറ്റൻഡൻസ് വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന്. അപ്പൊ ഇവിടെ കുട്ടികളുടെ അറ്റൻഡൻസ് വർദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ വെദർ then given proposal contains three kinds of variable. അപ്പോൾ ഈ പ്രൊപ്പോസലിൽ 3 തരം വേരിയബിൾസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കി, വെദർ ചിൽഡ്രൻ ആർ ഗിവൺ എനി കൈൻഡ് ഓഫ് ബൂസ്റ്റ് ഓർ ഇൻസെന്റീവ്സ്. കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബൂസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇൻസെന്റീവ്സ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുട്ടികളുടെ ഹാജർ കൂടുമെന്നാണ് പറയുന്നത്. ഈസ് അവർ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അപ്പൊ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? Given any kind of boost or incentives is our independent വേരിയബിൾ. അതാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അതിന് വ്യത്യാസം വരുന്നില്ല. ഫുഡ് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് നല്ല മീൽസ് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അപ്പൊ ആ മീൽസ് ആണ് ഇവിടെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നത്. അപ്പൊ മീൽസ് എന്ന് പറയുന്നത് അത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഈസ് അവർ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ദെൻ അഡ്മിനിസ്ട്രേറ്റിംഗ് മീൽസ് ടു സ്റ്റുഡന്റ് അറ്റ് ലഞ്ച് ടൈം ഈസ് അവർ മീഡിയേറ്റിംഗ് വേരിയബിൾ. And whether students' attendance is increasing or not for this is our dependent variable. അപ്പൊ കുട്ടികളിലാണ് ഇത് കൊടുക്കുന്നത്. കുട്ടികളിലുള്ള ആ അറ്റൻഡൻസ് കൂടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നുള്ളതാണ്. അതാണ് ഹാജർ എന്നുള്ള അവിടെ, അതാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഹാജർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നു. അപ്പൊ കുട്ടികളാണ് ഇവിടെ, കുട്ടികൾ എന്നുള്ളത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം എന്നുള്ളതാണ് ഇവിടെ അതിന്റെ ഒരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നത്. ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് അവരുടെ ഹാജർ റേറ്റ് ആണ്. ഹാജർ കൂടുകയോ കുറയുകയോ എന്നുള്ളത്. അപ്പൊ ഹാജറാണ് ഇവിടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ. അറ്റൻഡൻസ് എന്നുള്ളത് അതാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആയിട്ടുള്ളത്. ഇൻ ദിസ് വേ കോസ് എഫക്ട് സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി കൺസെപ്ച്വലൈസ്ഡ് വെയർ ഇൻഡിപെൻഡന്റ് വേരിയബിൾ സ്റ്റിമുലേറ്റ്സ് മീഡിയേറ്റിംഗ് വേരിയബിൾ വിച്ച് ഇൻ ടേൺ triggers the dependent variable. It is like a chain reaction where one affects the other by turn and the process is perennial. Mediating variables are also known as intervening variables. അപ്പോൾ ഈ മീഡിയേറ്റിംഗ് വേരിയബിൾസിന് വേറൊരു പേരുണ്ട്, അതാണ് intervening variables. Still another category of variable exists that are not affected by the independent variable, but they nevertheless can manipulate the trend of the mutual relationship between the dependent and independent variables, affecting the strength or direction of this relation. അപ്പോൾ അങ്ങനെയുള്ള വേറൊരു തരം വേരിയബിളും കൂടിയുണ്ട്. If we feel that our mediation among the girl students will work and will not be fruitful in case of the male students. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അത് ഗേൾ സ്റ്റുഡൻസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ മെയിൽ സ്റ്റുഡൻസിന് വ്യത്യാസം ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിക്കുക ഹാജറിന്റെ കേസിൽ. ദെൻ പ്രോബബ്ലി ജെൻഡർ വിൽ ബി ടേക്കൺ ആസ് എ മോഡറേറ്റിംഗ് വേരിയബിൾ. അപ്പൊ അവിടെ ഒരു മോഡറേറ്റിംഗ് വേരിയബിൾ വന്നു, അതാണ് ജെൻഡർ എന്നുള്ളത്. ബോയ്സ് ആണോ ഗേൾസ് ആണോ എന്നുള്ള ഒരു തരംതിരിവ് വന്നു. അപ്പൊ അതിനെ അങ്ങനെ വരുന്നതിനാണ് മോഡറേറ്റിംഗ് വേരിയബിൾ എന്ന് പറയുന്നത്.
Often the directions of the linkage or relationship between dependent and independent variable, as we say, may change once the moderating variables have been taken into account. അപ്പോൾ പലതരം വേരിയബിൾസ് എന്താണെന്നുണ്ട്. വേരിയബിൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക, പിന്നെ ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്താണ്, അതുപോലെ തന്നെ അടുത്തത് മോഡറേറ്റിംഗ് ആൻഡ് ഇന്റർവീനിങ് അങ്ങനെയൊക്കെ പറയുന്ന വേരിയബിൾസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. The relationship between variables vary in terms of their responses in predicting the linkage. Positive relationship infer a direct relationship. Positive relationship ആണെങ്കിൽ അത് it infer a direct relationship between the variables in the sense that they assume a symmetrical relationship such that if one variable change direction, the other trends the same path. ഒരു വേരിയബിളിന് ഒരു ചേഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ അതേ ഡയറക്ഷനിൽ തന്നെ മറ്റേ വേരിയബിളും ചേഞ്ച് ചെയ്യും. അതാണ് പോസിറ്റീവ് റിലേഷൻഷിപ്പ് കാണിക്കുന്നത്. ഇനി നെഗറ്റീവ് ഓർ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ നെഗറ്റീവ് ഓർ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് പെർസ്യൂംസ് ദാറ്റ് ദ വേരിയബിൾസ് വിൽ മൂവ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. അപ്പൊ വേരിയബിൾസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നതായിട്ട് നമുക്ക് കാണാം. സച്ച് ദാറ്റ് ഇഫ് വൺ ഇൻക്രീസസ് ദ അതർ വിൽ ഡിക്രീസ് ആൻഡ് വൈസ് വേഴ്സ. ഒന്ന് വർദ്ധിക്കുമ്പോൾ മറ്റൊന്ന് ചെറുതായി പോവുകയാണെങ്കിൽ, അപ്പൊ അങ്ങനെയുള്ളതാണ് നെഗറ്റീവ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നെഗറ്റീവ് ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് എന്ന് പറയാം നമുക്ക് ഇതുപോലെയുള്ള വേരിയേഷൻസ് ഉണ്ടാവുമ്പോൾ. അപ്പൊ curvilinear relationship is one in which the nature of the relationship transfers only at certain levels of the variables. ഞാൻ പിക്ചറിൽ കൂടി അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ തന്നെ നോക്കിക്കുക. ഈ ചെക്ക് യുവർ പ്രോഗ്രസ് എന്നുള്ളിടത്ത് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിക്കുക. ഇൻ എ സ്റ്റഡി കമ്പയറിംഗ് ലെവൽസ് ഓഫ് ഷുഗർ ഇൻ ദ ഡയറ്റ് ഓഫ് ഡയബറ്റിക്സ് എമംഗ് ടെസ്റ്റ് സബ്ജക്ട് ദ ഡയബറ്റിക്സ് വുഡ് ബി അപ്പൊ ഡയബറ്റിക്സ് എന്ന് പറയുന്നത് അത് ഏത് വേരിയബിൾ ആയിട്ടാണ് വരിക? അത് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ് അല്ലേ? Diabetes would be the variable. അതാണ് in a study comparing levels of sugar in the diet of diabetics. ഡയബറ്റിക്സ് ഉപയോഗിക്കുന്ന ആഹാരങ്ങളിലുള്ള ആ ഷുഗറിന്റെ ലെവല്, ആ ടെസ്റ്റ് എന്താണ് കാണിക്കുന്നത്? അതിൽ ഡയബറ്റിക്സ് എന്നുള്ളത് ഡിപ്പെൻഡന്റ് ആണ് അല്ലെ? ഷുഗർ കൂടുമ്പോൾ ഡയബറ്റിക്സിന്റെ ഇത് കൂടും. അതുപോലെ ഷുഗർ കുറവാണെങ്കിൽ അസുഖം കുറവാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ ഡയബറ്റിക്സ് എന്നുള്ളതാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആയിട്ട് വരും. അതുപോലെ സെക്കൻഡ്, ഓപ്പറേഷണൽ ഡെഫിനിഷൻ ഓഫ് വേരിയബിൾസ് നെസസറിലി ക്ലെയിം ദാറ്റ് എൻഷുർ ദാറ്റ് ഫൈൻഡിങ്സ് ആർ റീപ്രൊഡ്യൂസിബിൾ. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. തേർഡ്, in a study that looks at the effectiveness of a new way of teaching a second language to students, the ability of the students to process and learn a new language would be considered a mediating variable എന്ന് വരുവാണ്. ഓരോന്നോരോന്നായിട്ട് വിവരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, അതിൽ നിന്ന് തന്നെ മനസ്സിലാവും ഒരു വിവരണ രീതിയിലുള്ളത്. In this form of research design, the task of the researcher is just to describe and explicate the conditions, settings and the locale of the variables as they occur naturally without disturbing its point of origin. അപ്പൊ അതിന്റെ പോയിന്റ് ഓഫ് ഒറിജിനെ ഒട്ടും കേടുപറ്റാത്ത രീതിയിൽ വളരെ വ്യക്തമായിട്ട് അതിലെ വേരിയബിൾസും അതിന്റെ ചേഞ്ചസും ഒക്കെ വളരെ നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് അവതരിപ്പിക്കുന്ന രീതിയാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ. ദ റിസർച്ചർ ഡസ് ദ വർക്ക് ഇൻ ടാൻഡം വിത്ത് ദ നാച്ചുറൽ ഫ്ലോ ഓഫ് ദ വേരിയബിൾസ് വിത്തൗട്ട് ഇന്റർഫിയറിംഗ് വിത്ത് ഇറ്റ്സ് ഗിവൺ പെരിഫറി. ഇനി സെക്കൻഡ് വൺ ഒബ്സർവേഷണൽ റിസർച്ച് ആണ്. ചെയ്യുക എന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കുക. അപ്പൊ ആ രീതി ഒബ്സർവേഷണൽ റിസർച്ച് ഓർ ഫീൽഡ് റിസർച്ച് ഈസ് എ ടൈപ്പ് ഓഫ് കോറിലേഷണൽ ഓർ നോൺ എക്സ്പെരിമെന്റൽ ടൈപ്പ്. അപ്പൊ കോറിലേഷണൽ അല്ലെങ്കിൽ നോൺ എക്സ്പെരിമെന്റൽ ടൈപ്പിലുള്ള ഒരു റിസർച്ചാണ് ഈ ഒബ്സർവേഷണൽ റിസർച്ച് അല്ലെങ്കിൽ ഫീൽഡ് റിസർച്ച് എന്ന് പറയുന്നത്. നേരിട്ട് കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കുന്ന ആ രീതി. There are different types of observational research. പലതരത്തിലുണ്ട് ഈ ഒബ്സർവേഷണൽ റിസർച്ച്. Each used according to its relevance and applications. These types vary by the degree to which the researcher interferes with the flow of the research and yields control on the setup in question. Observation can usually be divided in
ഡിഫറെൻറ്റ് ടൈപ്സ്. അപ്പോൾ ആ 2 തരമാണ് ഇവിടെ കാണിച്ചേക്കണം. എ ബി എന്ന് പറയുന്നത് ഒബ്സർവേഷൻ മെത്തേഡ്. അത് 2 തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ, സെക്കൻഡ് വൺ ഈസ് പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ. ഇനി നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ അല്ലെങ്കിൽ നോൺ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഹിയർ ദ റിസർച്ചർ ജസ്റ്റ് ഒബ്സർവ് ദ ഫങ്ഷനിങ് ഓഫ് ദ റിസർച്ച് സബ്ജക്റ്റ് വിത്ത് ഗാർഡഡ് സൈലൻസ് വിത്തൗട്ട് tampering with their pace of functioning. He does not intend to tinker with the variables that he wishes to study. പിന്നെ അടുത്തത് പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവർ, അതിനൊരു ഭാഗമായിക്കൊണ്ട് ഹിയർ ദ റിസർച്ചർ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ലൈഫ് ആക്ടിവിറ്റീസ് ഓഫ് ദ സബ്ജക്ട് ദേ ഇൻറ്റൻഡ് ടു സ്റ്റഡി. സ്റ്റഡിങ് പീപ്പിൾ ഇൻ ദ നാച്ചുറൽ സെറ്റപ്പ് ബിക്കംസ് വേ മോർ പോസിബിൾ ത്രൂ ഒബ്സർവേഷൻ ആൻഡ് പ്രൊലോങ്ഡ് പാർട്ടിസിപ്പേഷൻ. ഇനി അടുത്ത മെത്തേഡാണ് കേസ് സ്റ്റഡി മെത്തേഡ്. എ കേസ് സ്റ്റഡി is a special type of non-experimental research. Here the basic soul of a case study is that it tries to throw light on a decision or a set of decisions, why they were taken, അപ്പോൾ ഹൗ ദേ വെർ ഇംപ്ലിമെൻറ്റഡ് ആൻഡ് വിത്ത് വാട്ട് റിസൾട്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് കേസ് സ്റ്റഡിയിൽ നോക്കുന്നത്. പ്രത്യേകിച്ച് വൈ ദേ വെർ ടേക്കൺ ആൻഡ് ഹൗ ദേ വെർ ഇംപ്ലിമെൻറ്റഡ് ആൻഡ് വിത്ത് വാട്ട് റിസൾട്ട്. ദ കേസ് സ്റ്റഡി ഈസ് യൂഷ്വലി പ്രിഫേർഡ് വൈൽ സ്റ്റഡിങ് കണ്ടംപററി ഇവൻറ്റ്സ് എസ്പെഷ്യലി വെൻ ദ റെലവൻറ്റ് ബിഹേവിയേഴ്സ് കനോട്ട് ബി കൺട്രോൾഡ്. അപ്പോൾ കേസ് സ്റ്റഡി സാധാരണ യൂസ് ചെയ്യുന്നത് സ്റ്റഡിങ് കണ്ടംപററി ഇവൻറ്റ്സ്, ആനുകാലിക കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേസ് സ്റ്റഡീസ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. എസ്പെഷ്യലി വെൻ ദ റെലവൻറ്റ് ബിഹേവിയേഴ്സ് കനോട്ട് ബി കൺട്രോൾഡ്. ഇനി അടുത്തതാണ് ആർക്കൈവൽ അനാലിസിസ്. ആൻഡ് ആർക്കൈവ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോം ഓഫ് എ പ്രൈമറി ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്. പ്രൈമറി ഹിസ്റ്റോറിക്കൽ റെക്കോർഡിൽ ഒരു പ്രധാനപ്പെട്ട ഫോമാണ് ആർക്കൈവ് എന്ന് പറയുന്നത്. ആർക്കൈവൽ അനാലിസിസ് ഇൻവോൾവ്സ് ഡിസ്കോഴ്സസ് റിസൾട്ടിങ് ഔട്ട് ഓഫ് ദ എക്സ്ചേഞ്ച് വിത്ത് ദ ഡോക്യുമെന്റ്സ് ഓഫ് ആൻ ആർക്കൈവ്. ഒരു പുരാതനായിട്ട് നേരത്തെ ഉള്ള കാര്യങ്ങളിൽ നിന്ന് അറിവുകൾ തിരഞ്ഞെടുത്ത് യൂസ് ചെയ്യുന്ന രീതി. മോസ്റ്റ് ആർക്കൈവ്സ് പ്രിസർവ് ആൻഡ് പ്രൊവൈഡ് ആക്സസ് ടു ഒറിജിനൽ പ്രൈമറി സോഴ്സ് ആണ് നമ്മളിവിടെ ഓരോ സാധനങ്ങളും എടുക്കുന്നത്. ആൻഡ് ആർക്കൈവ് ഈസ് എ റിസർവോയർ ഓർ ജേർണൽസ്. ആർക്കൈവർ എന്ന് പറഞ്ഞാൽ അത് ഒരു റിസർവോയർ ഓഫ് ജേർണൽസ് ആകാം, ലെറ്റേഴ്സ് ആകാം, സ്പീച്ചസ് ആകാം, പബ്ലിഷ്ഡ് റൈറ്റിംഗ്സ് ആകാം, ഫിസിക്കൽ ഒബ്ജക്ട്സ് ആകാം, മീഡിയ ആൻഡ് സ്നിപ്റ്റസ് ആകാം, ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ്സ് ആകാം, റേഡിയോ ഓർ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിലുള്ള കാര്യങ്ങളാവാം. അപ്പം ഇത് ഏതെങ്കിലുമൊക്കെ തിരഞ്ഞെടുത്ത് യൂസ് ചെയ്യുന്നത്, അതാണ് ആർക്കൈവൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി സർവേ റിസർച്ച്. എ സർവേ ഈസ് എ മെത്തേഡ് ഓഫ് കളക്ടിങ് ഡാറ്റ ഇൻ എ സിസ്റ്റമാറ്റിക് വേ. ഒരു സിസ്റ്റമാറ്റിക് വേയിൽ ഡാറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡാണ് സർവേ എന്ന് പറഞ്ഞത്. സർവേ ഈസ് എ മെത്തേഡ് ഓഫ് കളക്ടിങ് ഡാറ്റ ഇൻ എ സിസ്റ്റമാറ്റിക് വേ. സർവേ റിസർച്ച് ഈസ് റെലവൻറ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മേക്കിംഗ് എ ക്രോണിക്കിൾ ഓഫ് ദ പ്രസന്റ് കമ്മ്യൂണിറ്റി ഓർ ഗ്രൂപ്പ് സിറ്റുവേഷൻസ്, characteristics of a populace or sample, and the narratives or opinions of the group of community in questions. There are different kinds of surveys. പലതരം സർവേസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ക്രോസ് സെക്ഷണൽ സർവേ വിച്ച് കളക്ട്സ് ഇൻഫോർമേഷൻ ഫോർ ദ സാമ്പിൾ അറ്റ് വൺ പോയിന്റ് ഇൻ ടൈം. പിന്നെ അടുത്തത് ലോഞ്ചിറ്റ്യൂഡിനൽ സർവേ. അതാണെങ്കിൽ കളക്ട് ചെയ്യണത് എങ്ങനെയാണ്, വിച്ച് കളക്ട് ഇൻഫോർമേഷൻ ഫോർ എ സാമ്പിൾ അറ്റ് ഡിഫറെൻറ്റ് പോയിന്റ് ഇൻ ടൈം. പിന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ സർവേ അഗൈൻ ഹാസ് സബ് divisions such as the trend study, which samples a general population at more than 1 points across time. Another division is the cohort study, അതായത് where a study on specific population is followed over a period of time. അതിനാണ് cohort study എന്ന് പറയുന്നത്. ഇനി പാനൽ സ്റ്റഡി ഈസ് യെറ്റ് അനദർ സബ് ഡിവിഷൻ. വേറൊരു സബ് ഡിവിഷനാണ് സർവേയുടെ പാനൽ സ്റ്റഡി, where a particular sample of individual is followed and subsequently studied at different points in time. ഇനി ഡാറ്റ കളക്ഷൻ ഇൻ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്, സർവേ റിസർച്ചിൽ ഡാറ്റ കളക്ഷൻ എങ്ങനെയാണെന്ന്. അപ്പോൾ അതിന് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ക്വസ്റ്റ്യനേഴ്സ് ആണ്. questionnaire. The term questionnaire has been coined to refer to a bunch of questions. കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് സബ്ജക്റ്റുകൾക്ക് കൊടുത്തിട്ട് അത് ആൻസർ ചെയ്ത് എടുക്കുക എന്നുള്ള ആ രീതി. ദ ക്വസ്റ്റ്യനെയർ ആർ ഗിവൺ ടു ദ റെസ്പോണ്ടൻസ്. മറുപടി ആരിൽ നിന്ന് പ്രതീക്ഷിക്കണം അവർക്ക് ഈ ക്വസ്റ്റ്യനെയർ കൊടുക്കുക. വിച്ച് ദേ ആർ സപ്പോസ് ടു ഫില്ലപ്പ്. അവർ ഫില്ലപ്പ് ചെയ്തിട്ട് നമുക്ക് തരും. അപ്പോൾ അതിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക. ദ ഗിവൺ ഡാറ്റ ഗിവൺ ദ റിസർച്ചർ എനഫ് ഇൻഫോർമേഷൻ ടു അനലൈസ്. ദ ക്വസ്റ്റ്യൻസ് ആസ്ക് ക്യാൻ again
can be of two types. അപ്പൊ ഇതിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് രണ്ടു തരം ക്വസ്റ്റ്യൻസ് ആകാം. ഏതൊക്കെയാണ്? ഒന്ന് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ, മറ്റത് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസും. അപ്പൊ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യനും ഉണ്ടാവും, അതുപോലെ തന്നെ ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ രണ്ടു തരം ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ ചോദിക്കാം ക്വസ്റ്റ്യനെയറിൽ. ഇനി ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് റെസ്പോണ്ടൻസ് ആർ ആസ്ക്ഡ് ടു ഫിൽ ഇൻ ദെയർ ഓൺ ആൻസേഴ്സ്. അപ്പോൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ ആൻസർ റെസ്പോണ്ടൻസ് എഴുതണം, അവരുടെ ഓൺ വേർഡ്സിൽ അതിന്റെ ആൻസർ എഴുതണം, വിത്തൗട്ട് ഗിവിംഗ് ദം എനി ഓപ്പോസിറ്റ് ചൂസ് ഫ്രം. അവിടെ ചൂസ് ചെയ്യാനായിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്സ് ആൻസേഴ്സ് ഒന്നും അവിടെ കൊടുക്കുന്നില്ല, അതിന്റെ ക്വസ്റ്റ്യൻ മാത്രമേ കൊടുക്കണുള്ളൂ. ആ ക്വസ്റ്റ്യന്റെ ആൻസർ അവിടെ റെസ്പോണ്ടന്റ് അവിടെ അവരുടെ സ്വന്തം അനുമാനത്തിൽ എഴുതുക. ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. അപ്പൊ ഈ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് രണ്ട് മെത്തേഡിലും യൂസ് ചെയ്യാറുണ്ട്. ക്വാളിറ്റേറ്റീവ് ആയാലും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആയാലും രണ്ടിലും യൂസ് ചെയ്യാവുന്ന ഒന്നാണ് ഈ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ഇൻ ദ ക്വസ്റ്റ്യനെയർ. ഇനി ദേ ആർ മോസ്റ്റ്ലി സിഗ്നിഫിക്കൻറ്റ് ഫോർ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ടുള്ളത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലാണ്. ഇൻ കേസ് ഓഫ് ദ ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ്, അപ്പൊ ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസിൽ ദ റെസ്പോണ്ടന്റ് ഈസ് ആസ്ക്ഡ് ടു സെലക്ട് ദെയർ പ്രിഫേർഡ് ആൻസർ ഫ്രം ദ എൻലിസ്റ്റഡ് ആൻസേഴ്സ്. അപ്പൊ ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിന്റെ ആൻസർ കൊടുത്തിട്ടുണ്ടാവും, അപ്പൊ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് എഴുതിയാൽ മതി റെസ്പോണ്ടന്റ് ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത്. ദേ ആർ എക്സ്ട്രീംലി പോപ്പുലർ ഇൻ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഫോർ ദ ഹെൽപ്പ് ജനറേറ്റ് മോർ യൂണിഫോം ആൻഡ് കൺസിസ്റ്റന്റ് റിപ്ലൈസ് ദാറ്റ് ക്യാൻ ബി മോർ കൺവീനിയന്റ്ലി അനലൈസ്ഡ്. അപ്പൊ ഇത് കൂടുതലായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ യൂസ് ചെയ്യാറുണ്ട് ഈ മെത്തേഡും. ഇൻ കേസ് ഓഫ് ദ ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻ വി മസ്റ്റ് ബി ഷുവർ ദാറ്റ് ടു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചർ criteria are met while designing these questions such that the response categories must be made exclusive. ഇനി ഇവിടെ ഈ ക്ലോസ്ഡ് എൻഡ് ക്വസ്റ്റ്യൻസും ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻസും ഷോർട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ക്ലോസ്ഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഫാസ്റ്റ് ആൻസർ ചെയ്യാൻ പറ്റും, ലെസ് കോംപ്ലിക്കേറ്റഡ് ആണ്, ഈസി ടു ഫൈൻഡ് യൂസിങ് ഇന്റർനെറ്റ് ആണ്. ഇനി അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡസൻറ്റ് ടെൽ യു എ ലോട്ട്. കൂടുതൽ കാര്യമൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല. യു ഡോണ്ട് ഹാവ് ടു തിങ്ക് വിച്ച് മീൻസ് യു ആർ നോട്ട് സ്ട്രെച്ചിങ് യുവർ ബ്രെയിൻ. അവിടെ കൂടുതൽ ബ്രെയിൻ ഉപയോഗിച്ചൊന്നും ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല, അതിൽ നിന്ന് തന്നെ തെരഞ്ഞെടുക്കുന്നതായതുകൊണ്ട്. ഇനി ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ ലേൺ മോർ ബൈ ആൻസറിങ് ദീസ് ക്വസ്റ്റ്യൻസ്. അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരാൾ തന്നെ ആൻസർ ചെയ്യണം, അപ്പൊ ആൻസർ നന്നായിട്ട് ചെയ്യാൻ ട്രൈ ചെയ്യും, ഗെറ്റ് മോർ ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ കിട്ടും, മോർ സ്പെസിഫിക് ആൻസേഴ്സും കിട്ടും. അതുപോലെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ക്യാൻ ടേക്ക് എ ലോങ് ടൈം ടു ആൻസർ പ്രോപ്പർലി. Guidelines for framing questions. First one, clarify your items, then avoid double barreled questions. അപ്പോൾ ക്വസ്റ്റ്യൻസ് ആ മീനിങ് വളരെ കറക്റ്റ് ആയിരിക്കണം. ഒരു വേർഡിന് രണ്ടു തരം മീനിങ് ഉണ്ടാകാൻ പാടില്ല, അതുപോലെ എല്ലാവർക്കും ഒരേപോലെ മനസ്സിലാകുന്ന ഭാഷകളിലായിരിക്കണം എഴുതേണ്ടത്. റെസ്പോണ്ടൻസ് മസ്റ്റ് ഹാവ് എനഫ് കോമ്പിറ്റൻസ്, then questions must be relevant enough, then questionnaire should not suffer from ബയാസ്നെസ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇവിടെ ഒരു മോഡൽ ഫോം ഓഫ് ക്വസ്റ്റ്യനെയർ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി മനസ്സിലാക്കുക. പിന്നെ അടുത്തത് എക്സ്പെരിമെന്റൽ റിസർച്ച് ആണ്. യു ഹാവ് സോ ഡിസ്കസ്ഡ് ഓൺലി ദ non-experimental research. Let us now have a look at the experimental research. Experimental research is any kind of research conducted with a scientific approach. Scientific approach ഓടുകൂടി ചെയ്യുന്ന ഏത് തരം റിസർച്ചിനെ നമുക്ക് എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറയാം. വേറെ bunch of variables are kept constant while other bunch of variables are being measured as the subject of experiment. അപ്പൊ അതിൽ ഒരു കൂട്ടം വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആയിട്ടിരിക്കും, മറ്റു വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ അത് എക്സ്പെരിമെന്റ് അനുസരിച്ച് അതിനകത്ത് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ എക്സ്പെരിമെന്റൽ മെത്തേഡ്സിന് ഇവിടെ പലതരം പേരുകൾ കൊടുത്തിട്ടുണ്ട്, അത് ഏതൊക്കെയാണെന്ന് ഓരോന്ന് വായിച്ചു നോക്കുക. ഫസ്റ്റ് ടൈപ്പ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻസ് ദാറ്റ് ആർ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ദെയർഫോർ ലെസ് യൂസ്ഡ് ഇൻ സോഫ്റ്റ് സോഷ്യൽ എക്സ്പീരിയൻസ് പ്രാക്ടീസസ്. സച്ച് റിസർച്ച് ഡിസൈൻസ് ഇൻക്ലൂഡ് പോസ്റ്റ് ടെസ്റ്റ് ഓൺലി കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻസ്. പെർഹാപ്സ് ഈസ് ദ സിംപ്ലസ്റ്റ് ഓഫ് ദ എക്സ്പെരിമെന്റൽ ഡിസൈൻസ്. പിന്നെ ഇനി വേറെ ഒന്ന്, ഒരു കൺട്രോൾ ഗ്രൂപ്പും ഒരു സാധാ ഗ്രൂപ്പും ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരു എക്സ്പെരിമെന്റൽ മെത്തേഡ്. പിന്നെ ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ ഈസ് സിംഗിൾ സബ്ജക്ട് എക്സ്പെരിമെന്റൽ റിസർച്ച്. പിന്നെ അതുപോലെ സിംഗിൾ കേസ് റിസർച്ച് ഉണ്ട്,
അങ്ങനെ ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച് കൊടുത്തിട്ടുണ്ട് എക്സ്പെരിമെൻറ്റിൽ. വെറുതെ പേര് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ ഏതൊക്കെ ഫീൽഡിൽ അത് യൂസ് ചെയ്യാമെന്നും കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയേക്കുക. Another prominent research design in this category is the altering treatment design. വേറെ ഒരു പ്രൊമിനൻ്റ്